നമ്മുടെ താമരശ്ശേരി ചുരം എല്ലാ തലമുറകളെയും ഒന്നടങ്കം ചിരിപ്പിച്ച ഈ താമരശ്ശേരി ചുരം ഉണ്ടായതിന്റെ പിന്നിലുള്ള വഞ്ചനയുടെ കഥ എത്ര പേർക്കറിയാം? വയനാട്ടിൽ വരുന്നവർക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ കാണാൻ സാധിക്കുന്ന കരിന്തണ്ടനെയും ചങ്ങലമരത്തെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങളോട് അതിയായ മോഹമായിരുന്നു. അവ വയനാട് വഴി മൈസൂരിലേക്ക് കടത്താൻ സാധിക്കാതെ പലരും വന്യമൃഗങ്ങളുടെ ഭക്ഷണമായി തീർന്നത് മിച്ചം. വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആട് മേച്ചു നടന്ന ആദിവാസി തലവനായിരുന്ന കരിന്തണ്ടനെ ഉപയോഗിച്ച് അടിവാരത്തിൽ നിന്നും ലക്കിടിയിലേക്ക് 12 കിലോമീറ്റർ നീളമുള്ള 9 ഹെയർപിൻ വളവുകളായി പുതിയൊരു മലമ്പാത രൂപപ്പെട്ടു. എന്നാൽ കാടിനെ അറിഞ്ഞ കരിന്തണ്ടന്റെ സഹായം കഴിഞ്ഞതും വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരിന്തണ്ടനെ ഇരയാക്കി. ചതിയുടെ ഇരയായ കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞതും ചങ്ങലമരത്തിൽ ആവാഹിച്ചതും ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു. അതുവഴി കടന്നു പോകുന്നവർ ചങ്ങലമരത്തെ തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ തുടർച്ചയായി ചങ്ങലയ്ക്ക് നീളം കൂടി വരുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോഴും കരിന്തണ്ടന്റെ ആത്മാവുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇനി താമരശ്ശേരി ചുരം കയറുമ്പോൾ പപ്പുവിന്റെ കൂടെ കരിന്തണ്ടനെയും നിങ്ങൾ ഓർക്കില്ലേ?